ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീയ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുഭ്യോ നമഃ, വിദ്യാഗുരുഭ്യോ നമഃ, ദീക്ഷാഗുരുഭ്യോ നമഃ. എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ നമസ്കാരം. തൈത്തിരീയമെന്ന പ്രസിദ്ധമായ ഉപനിഷത്തിന്റെ ആദ്യ മംഗളസൂചകമായ അതിൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ നാം ഏതാണ്ട് മനസ്സിലാക്കി. ശന്നോ മിത്രഃ ശം വരുണഃ. മിത്രൻ വരുണൻ, അര്യമാവ്, അതുപോലെ വായു മുതലായ എല്ലാ ദേവതകളെയും വിഘ്ന നിവൃത്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നത്. അതില് പ്രധാനമായിട്ടും പറയുന്നത്, ഇത് പറഞ്ഞു തരുന്ന ആചാര്യനും ഇത് കേട്ട് സശ്രദ്ധം ഇത് കേട്ട് മനസ്സിലാക്കി അവ ഗ്രഹിച്ച് അവ ചിന്തനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതായ ശിഷ്യൻ, വിദ്യാർത്ഥി, ആ ആചാര്യനും ശിഷ്യനും നന്മ വരട്ടെ, അവ ഗുണകരമായി ഭവിക്കട്ടെ എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ സാരം. ഇതിൽ ശുഭം ഭവത് കല്യാണം എന്ന് പറയുന്നത് പോലെ ലോക മംഗളത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ ശ്ലോകങ്ങളെല്ലാം ഉപനിഷത്തുക്കളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സമസ്ത ജീവരാശിക്കും ഉള്ളതായിട്ടാണ്. അങ്ങനെ കരുതി വേണം നാം പ്രാർത്ഥിക്കാൻ. ഇനി ഭഗവത്പാദർ ഇവിടെ ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട്, എന്തിനാണ് ഇപ്പോൾ വേദാന്തം പഠിക്കുന്നത്, ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നത് എന്തിനാണ്, എന്ത് പ്രയോജനത്തെ മുൻനിർത്തിയാണ് എന്ന് ചോദിക്കുന്നു. ഇവിടെയാണ് ആചാര്യസ്വാമികളുടെ ആ നിരങ്കുശമായ ആ തർക്കശൈലി പ്രകടമാകുന്നത്. ഈ അവതരണങ്ങളിലാണ് കൂടുതലും കാണുന്നത്. ഒരു ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു അവതാരിക, ഇവിടെ പ്രായണ ഒരു ദീർഘമായ അവതാരിക ആചാര്യസ്വാമികൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ അവതാരികയുടെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ, ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് നാം ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി, മനസ്സിലിരുത്തി ചിന്തനം ചെയ്ത് അവയുടെ സാധ്യതകളെയെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം എന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് ഇപ്പോൾ ഉപനിഷത്ത് പഠനം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മോക്ഷം നിത്യസിദ്ധമാണെന്ന് പറയുന്നു. നമ്മള് കാമ്യകർമ്മം ചെയ്യുന്നില്ല, നിഷിദ്ധകർമ്മം ചെയ്യുന്നില്ല, നിത്യകർമ്മം മാത്രം നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം നിത്യകർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ പ്രത്യവായം എന്ന ദുഃഖമുണ്ടാകും. ആ പ്രത്യവായം അകരണേ പ്രത്യവായ എന്ന് വേദം അനുശാസിക്കുന്നു. നിത്യകർമാനുഷ്ഠാനം, സന്ധ്യാവന്ദനം മുതലായ നിത്യകർമ്മ അനുഷ്ഠാനം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫലം ദുഃഖമാണ്. ആ ദുഃഖ ആഗമനത്തെ തടുത്തു നിർത്തുന്നതാണ് നിത്യകർമ്മങ്ങൾ എന്ന് ആദ്യം നാം മനസ്സിലാക്കണം. നിത്യകർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഫലമില്ലെന്ന് പറഞ്ഞാൽ നിഷ്ഫലമാണെന്ന് കരുതരുത്, തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഓരോ കർമ്മങ്ങൾക്കും ഓരോ ഫലമുണ്ട്. ഇപ്പൊ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചാൽ പരീക്ഷ പാസ്സാകും എന്നുള്ളതാണ് എൻ്റെ ഫലം. അല്ലാതെ പരീക്ഷ പാസ്സായാൽ ജോലി കിട്ടും എന്നുള്ളതല്ല. അതിന് വേറെ പ്രയത്നം വേണം. പരീക്ഷ
പരീക്ഷ നല്ലപോലെ എഴുതി കഴിഞ്ഞാൽ അത് വിജയത്തിലേക്ക് എത്തിക്കും. വിജയപ്രാപ്തി അതാണ് അതിന്റെ അടുത്ത ഫലം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫലം. അപ്പൊ അതുപോലെ ഓരോ കർമ്മത്തിനും, ഏത് കർമ്മമാണ്, നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, നിഷിദ്ധ കർമ്മം, ഇവയ്ക്കെല്ലാം തന്നെ ഫലമുണ്ട്. ഏത് കർമ്മം ലോകത്തിൽ നാം ചെയ്താലും, സാധാരണ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, ഏതൊരു ആക്ഷനും there is a reaction എന്ന് പറയും അല്ലെ? അതുപോലെയാണ് നാം ഏത് കർമ്മം അനുഷ്ഠിച്ചാലും ആ കർമ്മത്തിന് ഫലം ഉണ്ടാകുമെന്നുള്ളത് നിശ്ചിതമാണ്, സുനിശ്ചിതമാണ്. അത് ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല, അടുത്ത വർഷം ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വരുന്ന ജന്മങ്ങളിലായിരിക്കാം. എപ്പോഴാണ് അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവുക എന്ന് നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, വളരെ സന്തോഷം, ഇനി മറ്റ് കർമ്മങ്ങളൊന്നും, കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. കാമ്യം കർമ്മം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മമാണ്. ഇപ്പൊ പുത്രകാമ ഇഷ്ടിയുണ്ട്. പുത്രകാമേഷ്ടി എന്ന് പറയുന്നത് സന്താനമുണ്ടാകാൻ വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോട് കൂടിയാണ് ആ യജ്ഞം ആകിയ ആ കർമ്മം അനുഷ്ഠിക്കുന്നത്. അതനുഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായും ആ ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവാം. ചിലപ്പോൾ മറ്റു കാരണങ്ങൾ കൊണ്ട്, വളരെ പ്രബലമായ തടസ്സമുള്ളത് കൊണ്ട് ആ ജന്മത്തിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാകും. കർമ്മത്തിന്റെ ഫലം അപ്പോൾ തന്നെ കിട്ടണം, ചിലതിനൊക്കെ അപ്പോൾ കിട്ടും, അത് വേറെ കാര്യം. ഇങ്ങനെ വ്യവസ്ഥ, ഇതാരാണ് ഈ വ്യവസ്ഥ ചെയ്തു തന്നത്? ശാസ്ത്രമാണ് മനസ്സിലാക്കി തരുന്നത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് മോസ്റ്റ് സയന്റിഫിക് ആൻഡ് ലോജിക്കൽ ആണ്. അതിന്റെ ഓരോ എക്സ്പ്ലനേഷൻസും കാണുമ്പോൾ, അതിന്റെ ലോജിക്കൽ സീക്വൻസ് കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, ഇത്രയും ശ്രദ്ധയോടുകൂടി നമ്മുടെ പൂർവികന്മാർ ഈ ശാസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കി ഒരു 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 സ്വർണ്ണ പാത്രത്തിലിട്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. നിത്യകർമ്മം ചെയ്യുന്നു, കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഒരു കാമവുമില്ല, ഒരാഗ്രഹവുമില്ല, വളരെ സന്തോഷം. നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നേയില്ല, വളരെ നല്ലത്. അപ്പൊ എന്താ? അപ്പൊ ഈ വേദാന്തം പഠിക്കാതെ, ഉപനിഷത്തുകൾ പഠിക്കാതെ തന്നെ മോക്ഷം കിട്ടാൻ എന്താ കുഴപ്പം എന്നാണ് ചോദ്യം. അതാണ് ആദ്യത്തെ സംശയം. അപ്പോ ആചാര്യൻ പറയുന്നു, ഈ നിത്യകർമ്മങ്ങൾ നല്ലപോലെ അനുഷ്ഠിച്ച് മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യാതെ അങ്ങനെ ഇരുന്നാലും മോക്ഷം സിദ്ധിക്കണമെന്നില്ല. എന്തുകൊണ്ട്? കർമ്മങ്ങളിൽ നിന്നും മോക്ഷം സിദ്ധിക്കുന്നതല്ല, ലഭിക്കുന്നതല്ല. മോക്ഷം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വഭാവമാണ്. മുക്തി, മുക്തഃ, എല്ലാവരും മുക്തരാണ്, എല്ലാവരും മോക്ഷപദത്തിൽ ഇരിക്കുന്നവരാണ്. നാം അത് അറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പരമാർത്ഥം. അജ്ഞാനം കൊണ്ട് നമ്മുടെ മുക്ത അവസ്ഥ നാം മനസ്സിലാക്കുന്നില്ല. നാം നിത്യമായ നിരതിശയമായ ബ്രഹ്മസ്വരൂപമാണ് എന്നതാണ് ആ പരമ ആനന്ദം എന്ന് പറയുന്നത്. ഈ ഉപനിഷത്തിൽ പിന്നീട് പറയുന്നുണ്ട്, ബ്രഹ്മത്തിന്റെ ആ ഒരു സ്വരൂപം വർണ്ണിക്കുന്നുണ്ട്, സത്ത് ചിത്ത് ആനന്ദം എന്ന്. വളരെ മനോഹരമായി ഈ ഉപനിഷത്ത് അങ്ങനെ നീങ്ങുകയാണ്. ആ ആനന്ദസ്വരൂപം പരമ ആനന്ദസ്വരൂപമാണെന്നുള്ള ബോധം നിത്യമാണത്. ആ നിത്യമായ ആനന്ദരൂപമാണ് ആത്മാവ് എങ്കിൽ എന്തുകൊണ്ട് നാം മനസ്സിലാക്കുന്നില്ല? മനസ്സിലാക്കാത്തത് നമ്മുടെ പലതരത്തിലുമുള്ള കർമ്മവാസനകൾ കൊണ്ടും കർമ്മക്ഷയം സംഭവിക്കാത്തത് കൊണ്ടും. കർമ്മക്ഷയം ഉണ്ടാകണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പോഴോ ഇവിടെ എന്താ പറഞ്ഞത്? നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. അപ്പോ
പ്രത്യവായവുമില്ല. അപ്പൊ ഈ രീതിയിൽ തന്നെ നിത്യനിരതിശയമായ ആ മോക്ഷം എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത് അനുഭവസിദ്ധമാകണമെങ്കിൽ വേദാന്ത പഠനം നേരിട്ട് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നില്ല. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്നല്ല അർത്ഥം. നമ്മുടെ അനുഭവത്തിലൂടെ പല കാര്യങ്ങൾ നാം കൊണ്ടുവരണം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗം മുതലായ ലോകമൊക്കെ കിട്ടുന്നുണ്ടല്ലോ കർമ്മങ്ങൾ കൊണ്ട്. കർമ്മം ചെയ്താൽ ഇപ്പൊ സ്വർഗത്തിന് വേണ്ടി പല യാഗങ്ങളുണ്ട്. ജ്യോതിഷ്ഠോമേന സ്വർഗകാമോ യജേത. ജ്യോതിഷ്ഠോമം എന്ന ആ യാഗം അനുഷ്ഠിച്ചാൽ സ്വർഗം ലഭിക്കും എന്ന് പറയുന്നു. പക്ഷെ സ്വർഗം എന്ന് പറയുന്നത് നിത്യമല്ല, അത് അനിത്യമാണ്. കുറച്ചു കാലം സ്വർഗത്തിൽ സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിച്ചിരിക്കാം. പിന്നെയോ തദ് യഥാ ഇഹ കർമ്മചിതോ ലോക ക്ഷീയത്തെ തഥാ പുണ്യചിതോ ലോക ക്ഷീയത്തെ എന്ന് ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന്. ലോകത്തിൽ നമ്മുടെ കർമ്മം കൊണ്ടുണ്ടായതായ ഈ ലോകം ക്ഷയിക്കുന്നത് പോലെ നമ്മളിപ്പോ ഒരു കാര്യം ഒരു 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 കുടം നിർമ്മിച്ചു. കുറച്ചു കാലം ആ കുടം ഉണ്ടായിരുന്നു. ഒരു ദിവസം അതങ്ങോട്ട് താഴെ വീണു, അത് പൊട്ടി. ഇതുപോലെയാണ് നമ്മുടെ അനിത്യമായ വസ്തുതകളാണ് ലോകത്തിൽ മുഴുവനും ഉള്ളത്. ലോകം തന്നെ അനിത്യമാണ്. കാരണം അതിനാണ് സൃഷ്ടിസ്ഥിതിയൊക്കെ ഉള്ളത്, സൃഷ്ടി ലയം എന്നുള്ളവയുള്ളത്. അപ്പോ കർമ്മചിതമായ കർമ്മം കൊണ്ട് സമ്പാദിക്കപ്പെടുന്നതായ നമ്മുടെ ലോകം, ഒരാള് അനവധി ധനം സമ്പാദിച്ചു, എല്ലാം ബാങ്കിൽ ഇട്ടു വെച്ചു, കുറേശ്ശെ കുറേശ്ശെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ബാങ്ക് ബാലൻസ് നില്ലെന്ന് എഴുതി കാണിക്കുന്നു. അപ്പോ ആ നമ്മുടെ കർമ്മം കൊണ്ട് നാം സമ്പാദിച്ചതായ ആ ലോകം ഇല്ലാതാകുന്നു. അതുപോലെ സ്വർഗത്തിൽ പോയാലും എത്ര കാലം സ്വർഗത്തിൽ നാം സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് കഴിയണമെന്നുള്ള നിയമമുണ്ടോ, അത് നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ തോതനുസരിച്ചാണ്. ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരണം, ഈ ലോകത്തിൽ വീണ്ടും ജനിക്കണം. പുണ്യകർമ്മങ്ങൾ ചെയ്താലോ തദ് യഥാ ഇവിടെ പറയുന്നുണ്ട് രമണീയ ചരണാഹ എന്നും പറഞ്ഞ് പുണ്യകർമ്മങ്ങൾ ചെയ്തവരായ മഹാത്മാക്കൾ പിന്നീട് നല്ല നല്ല ജന്മം സ്വീകരിക്കുന്നു. അല്ലാത്തവർക്ക് പലതരത്തിലുമുള്ള ദുഃഖമയമായ ജന്മം സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. അപ്പോ കർമ്മം കൊണ്ട് സിദ്ധിക്കുന്നതല്ല മോക്ഷം എന്ന് ആദ്യം മനസ്സിലാക്കുക. സ്വർഗം വേറെ മോക്ഷം വേറെ മനസ്സിലാക്കുക. സ്വർഗം മോക്ഷം എല്ലാം ഒന്നാണെന്നുള്ള പല ധാരണ, ഒരു കൺഫ്യൂഷൻ ലോകത്തിലുണ്ട്. സാധാരണ പറയും സ്വർഗപ്രാപ്തി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ സ്വർഗം എന്ന് പറയുന്നത് എവിടെയോ ഉണ്ട്, ഒരു ലോകമുണ്ട്. ഇന്ദ്രാദി ദേവന്മാർ കഴിയുന്നതായ ഒരു ലോകമുണ്ട്. അതിൽ തന്നെ പല തട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. വായുലോകം, പലതരത്തിലുള്ള ആദിത്യലോകം, ചന്ദ്രലോകം ഒക്കെ ഉണ്ട്. ചന്ദ്രലോകത്തിൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെ ശ്രുതികളുണ്ട്. അപ്പോ മോക്ഷം വേറെ സ്വർഗം വേറെ എന്ന് മനസ്സിലാക്കുക. മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ ഈ സമയത്ത് ഈ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലഭിച്ചെങ്കിൽ കിട്ടുന്നതായ നിത്യമായ നിരതിശയമായ സുഖപ്രാപ്തിയാണത്. അതിപ്പോൾ ഇവിടെ തന്നെ ലഭിക്കാം. ജീവൻ മുക്തി എന്ന് പറയും. അങ്ങനെ ജീവൻ മുക്തരായി കഴിഞ്ഞ അനേകം ആളുകളുണ്ട്. അവര് നമ്മുടെ ഇടയിൽ സാധാരണ ആൾക്കാരെ പോലെ അവർ ജീവിച്ചിരുന്നു. പക്ഷേ അവർ ആ ആത്മജ്ഞാനം ലഭിച്ചത് കൊണ്ട് അവർ മുക്തരാണ് എന്ന് മനസ്സിലാക്കുക.
അനേകം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. എന്താണ് ജീവൻ മുക്തി, എന്താണ് വിദേഹമുക്തി എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷാവസ്ഥയെ പ്രാപിക്കുക എന്നുള്ളതാണ് ജീവൻ മുക്തി. അവർക്ക് ഈ ശരീരം എന്ന് പറയുന്നത് ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ദ്രിയങ്ങളുമായിട്ടോ ശരീരവുമായിട്ടോ മനസ്സുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നില്ല. അനവധി ഉദാഹരണങ്ങളുണ്ട്. ശരീരം നശിച്ചു കഴിഞ്ഞാൽ വിദേഹമുക്തി എന്ന് പറയും അതിനെ. ആ ശരീരം ഇല്ലാതാകുമ്പോൾ ജീവൻമുക്തന്റെ ലക്ഷണമൊക്കെ വളരെ വിശദമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 2-3 അധ്യായങ്ങളിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് കർമ്മം കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നതല്ല. മറ്റു ഫലപ്രാപ്തിക്കൊക്കെ പല കർമ്മങ്ങളുണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇനി അങ്ങനെ കർമ്മങ്ങളിൽ നിന്ന് തന്നെ മോക്ഷം ലഭിക്കും എന്ന് ഒരു പൂർവപക്ഷം, ഒരു സംശയം എന്ന് പറയുമ്പോൾ ആചാര്യൻ ന എന്ന് പറയുന്നു. നോ, ക്യാപിറ്റൽ നോ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്ന കർമ്മം ചെയ്താൽ മോക്ഷം, ഇന്ന കർമ്മം ചെയ്തില്ലെങ്കിൽ മോക്ഷമില്ല എന്നുള്ളതല്ല. എന്തുകൊണ്ട്? വളരെ സൂക്ഷ്മമായിട്ടാണ് ആചാര്യൻ, ഇത് വളരെ ഗഹനമായ വിഷയമാണിത്. ഇത് നാം നമ്മുടെ മനസ്സിൽ തീർച്ചയായും നിലനിർത്തേണ്ടതാണ്. കർമ്മ അനേകത്വാത്, കർമ്മങ്ങൾ അനേകമുണ്ട്. ഈ ജന്മത്തിൽ തന്നെ അനേകാനി ആരബ്ധ ഫലാനി അനാരബ്ധ ഫലാനി ച, ആരബ്ധ ഫലങ്ങൾ, ഫലം നൽകാൻ തുടങ്ങിയതായ കർമ്മങ്ങളുണ്ട്. ഇനിയും ഫലം നൽകാൻ തുടങ്ങിയിട്ടില്ലാത്ത കർമ്മങ്ങൾ പലതുമുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഓ ഇനിയും എന്തെല്ലാമാണോ നമുക്ക് അനുഭവിക്കാൻ കിടക്കുന്നത് എന്ന് നമ്മൾ പറയും. ഒരു ദുഃഖം വരുമ്പോൾ, ശാരീരികമായോ മാനസികമായോ ഒരു ദുഃഖം വരുമ്പോൾ വളരെ പ്രാകൃതരായ നാം പറയുന്നതാണിത്. ഓ ഇത്രയല്ലേ, ഇനിയും എന്തെല്ലാം വരാനുള്ളതാണാവോ എന്ന് നാം പറയാറുണ്ട്. അത് അനാരബ്ധ ഫലങ്ങളാണ്. അവ ഫലത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള കർമ്മങ്ങൾ പലതും നാം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അനുഭവിക്കുന്ന, ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് നാം കർമ്മങ്ങളുണ്ട്. അതൊക്കെ ആരബ്ധ ഫലങ്ങളാണ്. ഫലം ആരംഭിച്ചു കഴിഞ്ഞതും ഫലം ആരംഭിക്കാത്തതുമായ അനാരബ്ധ ഫലവും. എന്റെ അർത്ഥം എന്താ? സുഖം നൽകുന്നതും ദുഃഖം നൽകുന്നതുമാണ് കർമ്മങ്ങൾ. സുഖം ദുഃഖം ഇവ രണ്ടുമാണ് നമ്മുടെ കർമ്മത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ. മാത്രമല്ല അനേക ജന്മാന്തരകൃതാനി. ശ്രദ്ധിക്കുക, സിദ്ധാന്തത്തിന്റെ ആധാരശിലകളായ പല കാര്യങ്ങളുമാണ് ഈ അവതാരികയിൽ ആചാര്യൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, കർമ്മങ്ങളിൽ നിന്നും മോക്ഷമില്ല. കർമ്മജന്യമായ സ്വർഗമാകട്ടെ കുറച്ചു കഴിഞ്ഞാൽ, സ്വർഗീയ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരണം. അതുകൊണ്ട് കർമ്മം കൊണ്ട് ലഭിക്കുന്നതല്ല മോക്ഷം എന്ന് ആദ്യം പറയുന്നു. കർമ്മങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കാം, സാധ്യതയുണ്ട് എന്ന ഒരു സംശയം പറഞ്ഞപ്പോഴാണ് ആചാര്യൻ അതിന് മറുപടി പറയുന്നത്, ന കർമ്മ അനേകത്വാ, അനേക തരം കർമ്മങ്ങളുണ്ട്. ഇതിൽ ഏതിൽ നിന്നാണ് മോക്ഷം ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ കർമ്മ സിദ്ധാന്തം എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ, പ്രത്യേകിച്ച് അദ്വൈത മതത്തിന്റെയും ഒരു ആധാരശിലയാണ്. കർമ്മ സിദ്ധാന്തമാണ്. കർമ്മങ്ങൾ അനേകമാണ്. ആരബ്ധ ഫലാനി അനാരബ്ധ ഫലാനി അനേക ജന്മാന്തര കൃതാനി. കണ്ടോ? മറ്റൊന്ന്, കഴിഞ്ഞ ജന്മത്തിലാണ് എനിക്ക് ആരംഭം എന്ന് പറയാൻ വയ്യ. എത്രയോ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ജന്മം ലഭിച്ചിരിക്കുന്നത്. ഇനി എത്ര ജന്മങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ളത് അറിയില്ല.
ഇങ്ങനെ ഒരു സിദ്ധാന്തം, കർമ്മ സിദ്ധാന്തം, അനേക ജന്മങ്ങൾ. അപ്പൊ അനേക ജന്മാന്തരകൃതാനി, മാത്രമല്ല വിരുദ്ധ ഫലാനി. വിരുദ്ധ ഫലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിലത് സുഖം നൽകുന്നു, ചിലത് ദുഃഖം നൽകുന്നു. വിരുദ്ധ ഫലങ്ങളാണല്ലോ സുഖവും ദുഃഖവും. ആണ് കർമ്മസ്വരൂപം. ആദ്യം ഈ കർമ്മ സിദ്ധാന്തത്തെ നാം പൂർണ്ണമായും അംഗീകരിക്കണം. എന്തിനാണ് ഈ ഉപനിഷത്ത് പഠനം എന്നുള്ളതിനുള്ള അവതാരികയാണിത്. വേദാന്ത പഠനം എന്തിനാണ് എന്നതിന്റെ അവതാരികയിലാണ് ആചാര്യൻ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. ഇനി അനാരബ്ധ ഫലാനാം ഏകസ്മിൻ ജന്മനി ഉപഭോഗേന ക്ഷയാസംഭവാ. ആ ലോജിക്ക് നോക്കുക. ഇനിയും ഫലം നൽകാൻ പുറപ്പെടാത്തതായ, ആരംഭിക്കാത്തതായ ആ കർമ്മങ്ങളെല്ലാം ഒരേ ജന്മത്തിൽ തന്നെ ഇല്ലാതാകും എന്ന് പറയാൻ കഴിയുന്നതല്ല. അനാരബ്ധ ഫലാനാം ഏകസ്മിൻ ജന്മനി ഉപഭോഗേന, അനുഭവിച്ചു കഴിയുന്നു. എല്ലാ കർമ്മങ്ങളുടെയും ഫലം ഈ ജന്മത്തിൽ ഞാൻ അനുഭവിച്ചു കഴിയുന്നു, അനുഭവിച്ചു തീർത്തേക്കാം എന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നതല്ല. ക്ഷയ അസംഭവാ. ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശ്രീ രമണ മഹർഷിക്ക് ഒരു കഴുത്തില് ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ, ഒരു സർജറിയുടെ ആവശ്യം വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹം ആ സർജറിക്ക് വിധേയനായി. അത് കഴിഞ്ഞു വന്നപ്പോ ഒരു ശിഷ്യൻ വളരെ വിനയത്തോടു കൂടി തന്നെ ചോദിച്ചു. ജിജ്ഞാസുവായ ഒരു ശിഷ്യനാണ്. അങ്ങക്ക് ഈ ഒരു ഉപദ്രവം അങ്ങയുടെ ശക്തി കൊണ്ട് മാറ്റാമായിരുന്നുവല്ലോ. അതായത് ഈ രോഗം, ആ രോഗശമനത്തിന് കാരണമാകുന്നതായ ശല്യചികിത്സ, അതായത് ഓപ്പറേഷൻ, ഇവ ഇല്ലാതാക്കാമല്ലോ എന്ന് ഒരു ശിഷ്യൻ ആ മഹാജ്ഞാനിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ശരിയായിരിക്കാം, എനിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി കൊണ്ട്, ആ യോഗശക്തി കൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതായ ഈ ദുഃഖം, ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതായ ആ ഒരു ക്രിയ, പ്രതിക്രിയ, അതായത് ഓപ്പറേഷൻ, ഇവ രണ്ടും മാറ്റാൻ, വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഇത് പ്രാരബ്ധ ഫലമാണ്. ഇത് അനുഭവിക്കാനായി എനിക്ക് വേറൊരു ജന്മം എടുക്കേണ്ടി വരും. ആ ചോദ്യവും ഉത്തരവും തമ്മിലുള്ള ആ ഒരു പ്രത്യേകത മനസ്സിലാക്കുക. ഈ ദുഃഖം അനുഭവിക്കാനായി ഈ ജന്മത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം തൽക്കാലം എൻ്റെ ശക്തി കൊണ്ട് ഞാൻ മാറ്റിവെച്ചാലും ഇത് അനുഭവിക്കാനായി വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരും എന്നാണ്. പ്രാരബ്ധ കർമ്മത്തിന്റെ ആ ഒരു സ്വാധീനം അത്രയ്ക്കാണുള്ളത്. പ്രാരബ്ധം വിവേക ചൂടാമണിയിൽ അതിമനോഹരമായിട്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ആചാര്യൻ. അപ്പോ ഈ അനാരബ്ധ ഫലാനാം ഏകസ്മിൻ ജന്മനി ഉപഭോഗേ ക്ഷയ അസംഭവാത്. ഈ ജന്മത്തിൽ മരിച്ചു, ആ പുണ്യ പാപ കർമ്മങ്ങൾക്ക് അനുസൃതമായ തോതിലുള്ള ദുഃഖം, സുഖം മുഴുവനും ലഭിച്ചില്ല എങ്കിൽ ശേഷകർമ്മ നിമിത്ത ശരീര ആരംഭ ഉപപത്തി, ബാക്കിയുള്ള കർമ്മഫലം കൂടി അനുഭവിക്കാനായി വീണ്ടും ശരീരം സ്വീകരിക്കണം. ശേഷകർമ്മ നിമിത്ത ശരീര ആരംഭ ഉപപത്തി. കേട്ടോ, എത്ര ലോജിക്കലായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. മാത്രമല്ല കർമ്മശേഷ സദ്ഭാവ സിദ്ധിശ്ച, കർമ്മം പിന്നെയും ശേഷിക്കുന്നു, ബാക്കി വരുന്നു. തദ്യൈഹ രമണീയ ചരണാഹ എന്ന ഒരു ഛാന്തോക്യത്തിലെ ഒരു ശ്രുതിയെ അതിന് പ്രമാണമാക്കും ആചാര്യൻ. ഏതൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാലും
ഒന്നുകിൽ ഒരു ശ്രുതി, അല്ലെങ്കിൽ ഒരു സ്മൃതി, അതും അല്ലെങ്കിൽ പുരാണവചനം. ഇവയുടെ പിൻബലത്തോടു കൂടി മാത്രമേ ആചാര്യൻ ഒരു വസ്തുത അവതരിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നാം ശ്രുതി സ്മൃതി പുരാണാനാം ആലയം, കരുണാലയം എന്ന് ആ ജഗദ്ഗുരുവിനെ നാം നമസ്കരിക്കുന്നത്. കർമ്മശേഷ സദ്ഭാവ സിദ്ധിശ്ച എന്ന് പറയുന്നു. കർമ്മം ശേഷിക്കുന്നു, ബാക്കി. അപ്പൊ ആ കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സുഖദുഃഖ അനുഭവവും തീർച്ചയായും ഉണ്ടാകും. അതിന് പ്രമാണമാണ് തദ് യ ഇഹ രമണീയ ചരണാഹ എന്ന് പറഞ്ഞ ഒരു നീണ്ട ശ്രുതിവാക്യം. എന്റെ പൊരുൾ ഇതാണ്: സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ സദ്യോനിയിൽ ജനിക്കുന്നു. നല്ല യോനിയിൽ ജനിച്ച് അവർ വരുന്ന ജന്മങ്ങളിലും അവർ വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടു പോകുന്നു. ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരോ അവർ പാപയോനികളിൽ ജനിക്കുന്നു. മൃഗമായോ പക്ഷിയായോ വൃക്ഷമായോ. അങ്ങനെ വൃക്ഷം എന്ന് പറഞ്ഞാൽ അല്പം ഛേദന മാത്രമുള്ളത്, കൃമികീടങ്ങൾ ആയോ ഒക്കെ ജനിക്കുന്നു എന്ന് ഛാന്തോഗ്യോപനിഷത്തിലെ ഒരു ശ്രുതിയെ പ്രമാണം. അതുപോലെ തന്നെ ഗോഭില സ്മൃതിയിലും പറയുന്നുണ്ട്, തതശേഷേട എന്ന് പറയുന്ന ഒരു സ്മൃതിവാക്യം. ഈ ശ്രുതി സ്മൃതി വാക്യങ്ങളുടെ ആധികാരികത കൊണ്ട് രണ്ട് കാര്യം മനസ്സിലാകുന്നു. ഒന്ന്, നാം പ്രാരബ്ധ കർമ്മം നാം അനുഭവിച്ച് തീരണം എന്നുള്ളത് ഒന്ന്. അത് ഈ ജന്മത്തിൽ തന്നെ മുഴുവനും അനുഭവിച്ച് തീരാൻ കഴിയുന്നതല്ല. അത് ജന്മാന്തരങ്ങളിലും തുടർന്ന് അത് ഫലം നൽകുന്നത് ആയിരിക്കും. നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ ജന്മാന്തരങ്ങളിൽ നല്ല ജന്മം സ്വീകരിക്കുന്നു. ഇനി ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ പാപയോനികളായ ഈ പശുപക്ഷി കൃമികീടം മുതലായവ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജന്മങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നു. ചൈതന്യം എല്ലാത്തിലും ഉണ്ട്. ചൈതന്യ അനുഭവം വൃക്ഷങ്ങൾക്കില്ല എന്നുള്ളതാണ്. വൃക്ഷങ്ങൾക്കും ചൈതന്യമുണ്ടെന്ന് സ്ഥാപിച്ചു കൊടുത്ത ശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷെ അവയുടെ ആ ഉണർവ് വളരെ വളരെ മിനിമത്തിലായിരിക്കും. നാം നമ്മുടെ ചൈതന്യം അനുഭവിക്കുന്നത് പോലെയല്ല ഒരു മൃഗം. ഇപ്പൊ മൃഗത്തിന്റെ അടുത്ത് പോയി ഒരു പശുവിന്റെ അടുത്ത് പോയി ഉപനിഷത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണക്കാനിട്ടിരിക്കുന്ന നെല്ല്, ആ നെല്ല് കൊത്തി തിന്നാൻ വരുന്ന കോഴിയെ നാം വിരട്ടും. ആ കോഴിക്ക് ആഹാരം എന്നുള്ളത് മാത്രമേ അതറിയാവൂ. ആ നെല്ലിന്റെ കണം ആഹാരം എന്ന് മാത്രമേ അതിനറിയാവൂ. അത് കൊത്താൻ വരുമ്പോൾ നാം അതിനെ ഓടിച്ചാൽ അത് ഓടാനറിയാം. കാരണം ഭയമുണ്ട് അതിന്. സർവപ്രാണി സഹജമായതാണ് 4 അവസ്ഥകൾ എന്ന് പുരാണങ്ങൾ മറ്റ് ശ്രുതികളിലും എല്ലാം പറയുന്നുണ്ട്. എന്താ? ആഹാര, നിദ്ര, ഭയ, മൈഥുനം ച എന്ന്. ആഹാരം, നിദ്ര, ഭയം, മൈഥുന ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഗാത്മകമായ ഇച്ഛ. ഇത് സർവപ്രാണി സഹജമായതുകൊണ്ട് അവയ്ക്കും ചൈതന്യമുണ്ട്. പക്ഷേ ആ ചൈതന്യത്തെ ഉണരാൻ, അനുഭവിക്കുവാനുള്ള സാധ്യതകൾ മറ്റു യോനികളിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവയെ പാപയോനി എന്ന് പറയുന്നത്. ഇത് ഉപനിഷത്ത് പ്രമാണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ആ സംശയമുള്ള ആള് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. എപ്പോഴും മനസ്സിലാക്കുക, ചോദ്യോത്തര രൂപത്തിലാണ് നമ്മുടെ ഉപനിഷത്തുകൾ മുന്നോട്ട് പോകുന്നത്. ഒരു 3 or 4 ക്ലാസ്സുകൾ കൂടി ഈ അവതാരിക പഠിച്ച് മനസ്സിൽ നാം നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഊന്നൽ കൊടുത്ത് നിൽക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള ആ ഭാഗങ്ങൾ സാമാന്യമായിട്ട്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അയാൾ പറയാണ്, ആ സംശയം പറയാണ്, പൂർവപക്ഷി എന്നാണ് അയാളെ പറയുക. പൂർവപക്ഷി എന്ന് പറഞ്ഞാൽ സംശയം ചോദിക്കുന്നവൻ, എതിരു പറയുന്നവൻ. സിദ്ധാന്തി എന്ന് പറഞ്ഞാൽ വേദാന്ത സിദ്ധാന്തത്തെ അതിനനുസൃതമായ രീതിയിൽ ഉത്തരം പറയുന്നവനാണ് സിദ്ധാന്തി. ഉത്തരപക്ഷി എന്നും പറയും. ചോദ്യം ഉത്തരം എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം. പൂർവപക്ഷം എന്ന് പറഞ്ഞാൽ ചോദ്യം. അപ്പൊ അയാൾ ചോദിക്കുന്നു, ഇഷ്ടാനിഷ്ടഫലാനാം അനാരബ്ധാനാം ക്ഷയാർത്ഥാനി നിത്യാനീതി ചേത്. അപ്പൊ പറഞ്ഞു, ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ എന്ന് പറഞ്ഞാൽ സുഖം നൽകുന്നതോ ദുഃഖം നൽകുന്നതോ ആയ അനാരബ്ധാനാം ഫലാനാം, ഫലം ആരംഭിക്കാൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്ത കർമ്മങ്ങൾ, ഫലാരംഭത്തിന് ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ലാത്ത എല്ലാ, അപ്പൊ എല്ലാ കർമ്മങ്ങളുടെയും നാശത്തിന് വേണ്ടി, ആരബ്ധ ഫലമാകട്ടെ ഇല്ല എന്ന് പറഞ്ഞു, അനാരബ്ധ ഫലാനാം, കർമ്മഫലം നൽകാൻ തുടങ്ങാത്ത ആ കർമ്മങ്ങൾ എങ്ങനെയുള്ളവയാണ്? ഇഷ്ടാനിഷ്ട ഫലം നൽകുന്നവയാണ്, ഇഷ്ടമായ നല്ല ഫലം നൽകുന്നവയാ, അനിഷ്ടമായ ദോഷഫലം നൽകുന്നവ. അപ്പൊ പുണ്യപാപങ്ങളുടെ തോതനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണിത്. അങ്ങനെയുള്ള കർമ്മങ്ങളുടെ നാശത്തിന് വേണ്ടിയാണ് നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചോദ്യം. വീണ്ടും ആചാര്യൻ ഒരു ക്യാപിറ്റൽ നോ പറയുന്നു, NO. ശരിയല്ല. അകരണേ ശ്രവണാത്, അകരണേ, നിത്യകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ, അകരണേ അനുഷ്ഠിച്ചില്ലെങ്കിൽ, പ്രത്യവായ ശ്രവണാത്. പ്രത്യവായം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദുരിതമാണത്. നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ, അതിന് ലോപം വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതരം ദുഃഖമാണ് പ്രത്യവായം. ആ പ്രത്യവായം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എപ്പോഴാണ് ഈ ജീവാത്മാവിനെ പിടികൂടാൻ സാധിക്കുന്നതെന്ന്? പക്ഷേ നാം ചെയ്യുന്ന നിത്യകർമാനുഷ്ഠാനം കൊണ്ട്, സന്ധ്യാവന്ദനം മുതലായ നിത്യകർമ്മം കൊണ്ട് ഈ പ്രത്യവായം അങ്ങനെ തന്നെ മാറി മാറി നിൽക്കുന്നു. അപ്പോ നിത്യകർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇതുവരെ നാം ശേഖരിച്ചു വെച്ചിട്ടുള്ള സഞ്ചിത കർമ്മങ്ങൾ, പ്രാരബ്ധ കർമ്മങ്ങൾ, അവയുടെ എല്ലാം നാശമുണ്ടാകും എന്ന് ഒരിക്കലും പറയരുത്. നിത്യകർമ്മങ്ങളുടെ ഫലം പ്രത്യേകത ഇല്ലെങ്കിലും ഈ ഒരു ഫലം അവ നൽകുന്നു, പ്രത്യവായത്തെ ഇല്ലാതാക്കുന്നു. അകരണേ പ്രത്യവായ. പ്രത്യവായ ശബ്ദോ ഹി അനിഷ്ട വിഷയ എന്ന് പറഞ്ഞു. പ്രത്യവായം എന്ന് പറഞ്ഞാൽ അത് അനിഷ്ട വിഷയമാണ്, ദുഃഖ വിഷയമാണ്. നിത്യ അകരണ നിമിത്തസ്യ പ്രത്യവായസ്യ ദുഃഖരൂപസ്യ ആഗാമിനഃ പരിഹാരാർത്ഥാനി നിത്യാനിത്യ അഭ്യുപഗമാത്. ഈ നിത്യം ചെയ്യേണ്ടതായ നിത്യകർമ്മങ്ങളുടെ അവ അനുഷ്ഠിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രത്യവായം ദുഃഖരൂപത്തിലായതുകൊണ്ട് ആഗാമിനഃ പരിഹാരാർത്ഥാനി, ഇനി വരാൻ പോകുന്ന, നാം ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള നിത്യാനിത്യ അഭ്യുപഗമാത്, നിത്യ അനിത്യം എന്ന് പറഞ്ഞാൽ നിത്യമോ അനിത്യമോ ആയ ആ ഫലം നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് അനാരബ്ധ ഫലകർമ്മ ക്ഷയാർത്ഥാനി, അനാരബ്ധമായ ഇപ്പോഴും തുടങ്ങിയിട്ടില്ലാത്ത കർമ്മക്ഷയം ഒരിക്കലല്ല. നിത്യകർമാനുഷ്ഠാനം കൊണ്ട് ഒരു തരത്തിലും അനാരബ്ധ ഫല
കർമ്മക്ഷയം സംഭവിക്കുന്നതല്ല. അനാരബ്ധ ഫലം എന്ന് പറഞ്ഞാൽ ഫലം നൽകാൻ തുടങ്ങിയിട്ടില്ലാത്ത കർമ്മങ്ങൾ എന്നർത്ഥം. അവ ക്ഷയിക്കുന്നതുമല്ല എന്ന്. അതാണ് അതിന്റെ ലോജിക്ക്. ഇങ്ങനെ ഈ ലോജിക്കിലൂടെയാണ് പോകുന്നത്. അപ്പൊ അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നു. എന്നുവെച്ചാൽ കർമ്മഹേതൂനാം കാമാനാം ജ്ഞാനാഭാവേ നിവൃത്തി അസംഭവാത് അശേഷ കർമ്മക്ഷയോപപത്തി. ഇനി അടുത്ത ചോദ്യം, പൂർവപക്ഷിയുടെ ചോദ്യം. കർമ്മഹേതുവായ കാമം നേരത്തെ പറഞ്ഞു. ആപ്തകാമന് കർമ്മങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ആപ്തകാമനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കർമ്മവും ചെയ്യുന്നില്ല, പക്ഷെ വേദാന്ത പഠനം വേണ്ട, മോക്ഷപ്രാപ്തി അല്ലേ എന്ന് ചോദിക്കുന്നതിനുള്ള ഒരു ഉത്തരം കൂടിയാണിത്. എന്നുവെച്ചാൽ കർമ്മഹേതൂനാം കാമാനാം ജ്ഞാനാഭാവേ, കർമ്മഹേതുക്കളായ കാമങ്ങൾക്ക്, കാമാദികൾക്ക് ജ്ഞാനം കൂടാതെ നിവൃത്തി സംഭവിക്കാത്തത് കൊണ്ട്, ജ്ഞാനാഭാവേ നിവൃത്തി അസംഭവാത്, ജ്ഞാനം കൊണ്ടാണ് ഈ കാമം ഇതെല്ലാം ഇല്ലാതാകുന്നത്. ഭസ്മസാത് കുരുതേ അർജുന എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനം ഭസ്മം പോലെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ആ ജ്ഞാനം ഉണ്ടാകണം, ആത്മജ്ഞാനം ഉണ്ടാകണം. അപ്പൊ കർമ്മഹേതുക്കളായ കാമങ്ങൾക്ക് ആത്മജ്ഞാനം കൂടാതെ നാശമില്ലാത്തത് കൊണ്ട് എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കുവാനും കഴിയുന്നതല്ല. എന്തുകൊണ്ട്? അനാത്മവിദോഹി കാമഹ അനാത്മഫല വിഷയത്വാത്. ആത്മജ്ഞാനമില്ലാത്തവനാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ആത്മജ്ഞാനിയാണ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് കാമം ഉണ്ടാകുന്നതല്ല. കാമം എന്ന് പറഞ്ഞാൽ കർമ്മകർത്തുമിച്ഛ എന്ന് കണക്കാക്കിയാൽ മതി. ആത്മാവെന്താ? ശുദ്ധ ബ്രഹ്മമാണ്. സ്വയം ച ആത്മാ പരം ബ്രഹ്മേതി ഉക്തം. ആ ആത്മാവ് എന്ന് പറയുന്നത് പരമമായ ബ്രഹ്മമാണ്. ആത്മജ്ഞാനമുള്ളവൻ ആപ്തകാമനാണ്. ആപ്തകാമനായ ആ വ്യക്തിക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാകുന്നതല്ല. ആഗ്രഹമില്ലാത്തത് കൊണ്ട് കർമ്മങ്ങൾ ഉണ്ടാകുന്നതുമല്ല. ആ ആത്മജ്ഞാനി ആരാ എന്ന് ചോദിച്ചാൽ ബ്രഹ്മജ്ഞാനിയാണ്. സ്വയം ച ആത്മാ പരം ബ്രഹ്മേതി ഉക്തം. ആത്മാവ് പരമമായ ബ്രഹ്മം തന്നെയാണ് എന്ന് ഉപദേശിക്കുന്നു. ഇനിയും ഒരു ചില തർക്കങ്ങളൊക്കെ, ആ തർക്കശൈലി, നിരങ്കുശം ആചാര്യന്റെ തർക്കശൈലിയിലൂടെയുള്ളതായ സംശയവും ആ സംശയത്തെ ഇല്ലാതാക്കുന്ന ഉത്തരങ്ങളും അതിനുള്ള സമാധാനങ്ങളും എല്ലാം ഈ അവതാരിക ഗ്രന്ഥത്തിൽ നമുക്ക് നോക്കാനുണ്ട്. 2 or 3 എണ്ണം കൂടി നോക്കാനുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കുന്നു.